ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് വോട്ടർമാർ. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ നടന്ന വോട്ടെടുപ്പിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. സുതാര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനായി സജ്ജീകരിച്ച വെബ്കാസ്റ്റിംഗ് സംവിധാനം സന്ദർശിച്ച ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ സ്നേഹിൽ കുമാർ സിംഗ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കന്നി വോട്ട് ചെയ്യാനെത്തുന്നവരെ ഹലുവ നൽകി സ്വീകരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്തവണ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വോട്ടുകൾ ലഭിക്കുമെന്നും തുടർഭരണം ലഭിക്കുമെന്നും ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ്. കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പോടെ 3ാം ബദൽ ഉണ്ടാകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് വോട്ടർമാർ. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ നടന്ന വോട്ടെടുപ്പിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. ബേപ്പൂർ മണ്ഡലത്തിൽ കൊളത്തറയിൽ കള്ളവോട്ട് ആരോപണവും ഉണ്ടായി. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണി വരെ ആയിരുന്നുവെങ്കിലും 6 മണിക്ക് വരിയിലുള്ളവർക്കെല്ലാം വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയിരുന്നു. 13,04,604 പുരുഷന്മാരും 13,64,182 സ്ത്രീകളും 31 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ 26,68,817 വോട്ടർമാരാണ് ജില്ലയിൽ ഉള്ളത്. 100 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ നിന്നും ജനവിധി തേടുന്നത്. 13 നിയോജക മണ്ഡലങ്ങളിലെ 2,837 പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി 20% റിസർവ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ 13,218 പേരെയാണ് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ചത്. ഓരോ ബൂത്തുകളിലും പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 2 പോളിംഗ് ഓഫീസർമാർ എന്നിവരാണ് ഉണ്ടായത്. പ്രശ്നബാധിത ബൂത്തുകളിൽ മൈക്രോ ഒബ്സർവർമാരും ഉണ്ടായിരുന്നു. ജില്ലയിലെ പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷയും ഒരുക്കി. പോലീസും കേന്ദ്ര സേനാംഗങ്ങളും സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്നു. ഭിന്നശേഷിക്കാർക്കും 85 വയസ്സ് പിന്നിട്ടവർക്കും വോട്ട് രേഖപ്പെടുത്താൻ വീൽചെയർ സൗകര്യവും വീട്ടിൽ നിന്നും പോളിംഗ് സ്റ്റേഷനിലെത്തിച്ച് തിരികെ എത്തിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കി. വോട്ടർമാരെ സഹായിക്കാൻ NSS, NCC സന്നദ്ധ പ്രവർത്തകരും പോളിംഗ് സ്റ്റേഷനുകളിൽ ഉണ്ടായിരുന്നു. വോട്ട് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോണുകൾ സുരക്ഷിതമായി വെക്കാൻ മൊബൈൽ ഡെപ്പോസിറ്റ് സൗകര്യവും ബൂത്തുകളിൽ ഒരുക്കി. മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾക്ക് പുറമെ പോളിംഗ് ഉദ്യോഗസ്ഥരായി വനിതകൾ മാത്രമുള്ള 67 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കിയിരുന്നു. പൂർണ്ണമായും ഹരിതചട്ടങ്ങൾ പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കള്ളവോട്ട്, ആൾമാറാട്ടം ഉൾപ്പെടെയുള്ളവ തടയുന്നതിനായി ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും അകത്തും പുറത്തും വെബ് കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കി. മെയ് 4 നടക്കുന്ന വോട്ടെണ്ണലിന് മടപ്പള്ളി ഗവൺമെന്റ് കോളേജ്, കൂടത്തായി സെന്റ് മേരീസ് HSS, വെള്ളിമാടുകുന്ന് JDT എന്നിവയാണ് കേന്ദ്രങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളുടെയും തത്സമയ നിരീക്ഷണത്തിനായി വെബ് കാസ്റ്റിംഗ് സംവിധാനമൊരുക്കി. ഇതിനായി കളക്ടറേറ്റിൽ സജ്ജീകരിച്ച ജില്ലാതല കൺട്രോൾ റൂം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സന്ദർശിച്ചു. വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ നിരീക്ഷണം ശക്തമാക്കണമെന്ന് കൺട്രോൾ റൂം സന്ദർശിച്ച ശേഷം ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. പോളിംഗ് ബൂത്തിലെ കമ്പാനിയൻ വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തണം. പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പപ്പോൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. ബൂത്തുകൾക്കകത്തും പുറത്തുമായി സ്ഥാപിച്ച ക്യാമറകളിലെ ദൃശ്യങ്ങളാണ് കൺട്രോൾ റൂമിലെ 100-ലേറെ വരുന്ന വ്യൂവിംഗ് സൂപ്പർവൈസർമാർ തത്സമയം നിരീക്ഷിക്കുക. ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ബൂത്തുകളിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ 2 വീതം വലിയ സ്ക്രീനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 4 വീതം വ്യൂവിംഗ് സൂപ്പർവൈസർമാർ ഇതിലെ ദൃശ്യങ്ങൾ നിരീക്ഷിക്കും. ഒരു സ്ക്രീനിൽ ഒരേ സമയം 12 ക്യാമറകളിലെ ദൃശ്യങ്ങൾ വരെ കാണാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്.
ജില്ലാതല കൺട്രോൾ റൂമിൽ വെബ്കാസ്റ്റിംഗ് നിരീക്ഷണത്തിന് പുറമെ പോളിംഗ് ശതമാനം തത്സമയം അറിയുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. IT മിഷൻ ജില്ലാ പ്രൊജക്ട് മാനേജർ NS അജിഷ, ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർ K വരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി വോട്ട് ചെയ്യാനെത്തുന്നവരെ വരവേൽക്കാൻ ഹൽവയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓരോ മണ്ഡലത്തിലെയും തെരഞ്ഞെടുത്ത ഓരോ ബൂത്തിലാണ് ആദ്യമായി വോട്ട് ചെയ്യാനെത്തിയവർക്ക് മധുരം നൽകിയത്. 955 അശ്വന്ത് എൻ്റെ നീലമ്പത്ത് കണ്ടി. കന്നി വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും അവരെ അഭിനന്ദിക്കാനുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രഖ്യാപിച്ച വോട്ട് സ്വീറ്റൻ കേരള ക്യാമ്പയിന്റെ ഭാഗമായാണ് മധുര വിതരണം നടന്നത്. ഇതിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസുകളിൽ 200 ഹൽവ പാക്കറ്റുകൾ എത്തിച്ചിരുന്നു. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഏറെ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജനാധിപത്യ ബോധത്തോടെയുമാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയതെന്ന് കന്നി വോട്ടർമാർ പ്രതികരിച്ചു. എൻ്റെ പേര് അശ്വന്ത്, ഞാനൊരു കന്നി വോട്ടറാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് വോട്ട് ചെയ്യാൻ കിട്ടി. പിന്നെ അങ്ങനെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പുതിയ വോട്ടർമാർക്ക്, അതായത് കന്നി വോട്ടുകാർക്ക് ഹൽവ കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണ്. നാദാപുരം നോർത്ത് MLP സ്കൂൾ, വടകര സെന്റ് ആന്റണി HSS, മൂനാട് LP സ്കൂൾ എന്നിവിടങ്ങളിലെ ബൂത്തുകളിലാണ് കന്നി വോട്ടർമാർക്ക് ഹലുവ മധുരം വിതരണം ചെയ്തത്. എൻ്റെ പേര് ആര്യ, ഞാനൊരു കന്നി വോട്ടറാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ കന്നി വോട്ടർമാർക്ക് ഹലുവ തന്ന് സ്വീകരിക്കുന്നത് വളരെ നല്ലൊരു പ്രചോദനവും എനിക്ക് നല്ല അനുഭവമാണ്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർമാരോ വളണ്ടിയർമാരോ വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖ പരിശോധിച്ച് കന്നി വോട്ടറാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു മധുര വിതരണം. പ്രത്യേകമായി ബ്രാൻഡ് ചെയ്ത ഫുൾവ ഹൽവ ആണ് ഇതിനായി സജ്ജീകരിച്ചത്. വിതരണത്തിനായി അധിക വോളണ്ടിയർമാരുടെ സേവനവും ലഭ്യമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷ ചായ. ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ഖാദി വിഷുമേള മിഠായി തെരുവ് ഖാദിഗ്രാം എംപോറിയത്തിൽ ഡാക്ക മസ്ലിൻ തുണിത്തരങ്ങൾ, സിൽക്ക് സാരികൾ, ചുരിദാർ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ധോത്തികൾ, ഉന്നനിറച്ച കിടക്കകൾ തുടങ്ങി വൈവിധ്യമാർന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട്. കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, 1000-ൽ പരം ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ, മൺപാത്രങ്ങൾ, അലങ്കാര ചെടികൾ, പച്ചക്കറി വിത്തുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്റ്റാർച്ചുകൾ തുടങ്ങിയവയും മേളയിലൂടെ ലഭിക്കും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ക്രെഡിറ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേളയ്ക്ക് ഏപ്രിൽ 14-ന് സമാപനമാവും. ഖാദിഗ്രാം എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
ഇത്തവണ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വോട്ടുകൾ ലഭിക്കുമെന്ന് ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ്. ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണെന്നും തുടർ ഭരണം ലഭിക്കുമെന്നും റിയാസ് പറഞ്ഞു. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അനുഭവം വെച്ചുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞാണല്ലോ, LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണം ജനം ആഗ്രഹിക്കുന്നു. മലയാളിയുടെ പ്രത്യേകത ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്ന ജനങ്ങളാണ്. ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിൽ കാണാൻ പറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നത് പോലെയല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ചിന്തിക്കുന്നത് പോലെയല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മലയാളി ചിന്തിക്കുന്നത്. കേരളത്തിൽ ഒരുമിച്ച് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന വർഷങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അത് കാണാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോടെ മൂന്നാം ബദൽ ഉണ്ടാകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി NP രമേശ്. NDA കേരളത്തിൽ നിർണായക ശക്തിയാകുമെന്നും MT രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തില് ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള കേരളത്തിന്റെ ഒരു വിശ്വാസം ഈ തെരഞ്ഞെടുപ്പോടുകൂടി തകരും. കേരളം രണ്ട് മുന്നണികൾക്കിടയിൽ മാത്രം ധ്രുവീകരിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു പരമ്പരാഗത വിശ്വാസം മലയാളികളുടെ മനസ്സിലുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറുകയാണ്. കേരളത്തിൽ ഒരു മൂന്നാം ബദൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും രണ്ട് മുന്നണികൾക്കുമെതിരായിട്ടുള്ള ജനാഭിപ്രായത്തെയും അധികാരത്തെയും ഫലപ്രദമായി പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ഒരു നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് മാറും. കേരളത്തിൽ സംഘടിത മതവിഭാഗങ്ങളെ പ്രീണിപ്പിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന LDFയും UDFിന്റെയും നിലപാട് അതിപ്രാവശ്യം തിരുത്തി കുറിക്കപ്പെടുക ചെയ്യും. മത സാമുദായിക വർഗീയ ശക്തികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിലനിൽപ്പുണ്ടാവില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഈ പ്രാവശ്യം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ കാരപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 48-ാം നമ്പർ ബൂത്ത് നിയന്ത്രിക്കുന്നവരെല്ലാം ഭിന്നശേഷിക്കാർ. ജില്ലയിൽ പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമായ ഏക ഇൻക്ലൂസീവ് പോളിംഗ് ബൂത്താണിത്. 1082 വോട്ടർമാരുള്ള 48-ാം നമ്പർ ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഫാറൂഖ് കോളേജിലെ ഇംഗ്ലീഷ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ C ഹബീബാണ്. കാഴ്ച പരിമിതിയുള്ള ഇദ്ദേഹത്തെ സഹായിക്കാൻ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായി കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് അധ്യാപകൻ അബ്ദുൾ ബാസിത്തും പോളിംഗ് ഓഫീസർമാരായി കൊയിലാണ്ടി കക്കഞ്ചേരി GUP സ്കൂൾ അധ്യാപിക ഷാഹിന, വടകര സോയിൽ കൺസർവേഷൻ ഓഫീസിലെ മഷ്ഹൂദ, കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലെ സജീവൻ എന്നിവരുമുണ്ട്. വീൽ ചെയറുകൾക്ക് പ്രവേശിക്കാൻ റാമ്പ്, പ്രത്യേക ശുചിമുറികൾ, ഫീഡിംഗ് റൂം, കുട്ടികൾക്കുള്ള കളിസ്ഥലം തുടങ്ങിയ സൗകര്യങ്ങൾ ബൂത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇൻക്ലൂസീവ് ബൂത്തിന് പുറമെ 2 ബൂത്തുകൾ കൂടി ഇവിടെ പ്രവർത്തിക്കുന്നു. ഭിന്നശേഷിക്കാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ വിപുലമായ സൗകര്യങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാർക്കും 85 വയസ്സ് പിന്നിട്ടവർക്കും വോട്ട് രേഖപ്പെടുത്താൻ വീൽ ചെയർ സൗകര്യവും വീട്ടിൽ നിന്നും പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ച് തിരികെ എത്തിക്കുന്നതിനുള്ള വാഹന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇവരെ സഹായിക്കാൻ എല്ലാ ബൂത്തിലും വോളണ്ടിയർമാരെയും സജ്ജമാക്കിയിട്ടുണ്ട്. പരിശീലനം ലഭിച്ച NSS, SPC, NCC, അങ്കണവാടി ഹെൽപ്പർമാർ എന്നിവരാണ് സേവനത്തിനുണ്ടാകുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ A
എയും ഡിയും ഉണ്ട്. മായം ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തിയാണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഗാദി വിഷുമേള മിഠായി തെരുവ് ഗാദിഗ്രാം എംപോറിയത്തിൽ ഡാക്ക മസ്ലിൻ തുണിത്തരങ്ങൾ, സിൽക്ക് സാരികൾ, ചുരിദാർ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ധോത്തികൾ, ഉന്നനിറച്ച കിടക്കകൾ തുടങ്ങി വൈവിധ്യമാർന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട്. കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, 1000-ൽ പരം ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ, മൺപാത്രങ്ങൾ, അലങ്കാരച്ചെടികൾ, പച്ചക്കറി വിത്തുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്റ്റാർച്ചുകൾ തുടങ്ങിയവയും മേളയിലൂടെ ലഭിക്കും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ക്രെഡിറ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേളയ്ക്ക് ഏപ്രിൽ 14-ന് സമാപനമാവും. ഗാദിഗ്രാം എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശനൈശ്വര നവഗ്രഹ ക്ഷേത്രമായ കോഴിക്കോട് തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി മെയ് 8-ന് പ്രതിഷ്ഠിക്കാനുള്ള ഭക്ത ആഞ്ജനേയ ശിലാവിഗ്രഹത്തെ സ്വീകരിച്ചു. ക്ഷേത്രം പുരോഹിതൻ ആരതി അർപ്പിച്ചു. ഭക്തരും ചടങ്ങിൽ സംബന്ധിച്ചു. രാവിലെ കൽപ്പാത്തി രാമധ്യാന മഠത്തിൽ നിന്നും പുറപ്പെട്ട വിഗ്രഹം ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രത്തിലെ ആരതിക്ക് ശേഷം കോഴിക്കോട് മിഠായിത്തെരുവ് ഹനുമാൻ കോവിലിൽ എത്തിച്ചു. മിഠായിത്തെരുവ് ഹനുമാൻ കോവിലിൽ നിന്നും പുറപ്പെട്ട വിഗ്രഹ സ്വീകരണ ഘോഷയാത്ര മേലേപ്പാളയം വൈരാഗി മഠം, മേലേപ്പാളയം എകർന്നപറമ്പ് പച്ചനായികി അമ്മൻ ക്ഷേത്രം, തളി തെക്ക് തെരുവ് രേണുക മാരിയമ്മൻ ക്ഷേത്രം, ശ്രീ കന്യകാ പരമേശ്വരി ക്ഷേത്രം, തളി ബ്രാഹ്മണ സമൂഹ മഠം, തളി ശ്രീ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം, തളി ശിവക്ഷേത്രം, തളി ശ്രീരാമക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ആരതികൾ ഏറ്റുവാങ്ങി തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി. വേദഘോഷത്തോടും രാമമന്ത്രങ്ങളോടും കൂടി വിഗ്രഹത്തിന് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്ര മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ ആരതി അർപ്പിച്ച് സ്വീകരിച്ചു. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അധ്യാത്മരാമായണ സപ്താഹയജ്ഞത്തിന്റെ സമാപന വേദിയിലെ ഭക്തജനങ്ങളും സ്വീകരണത്തിൽ പങ്കെടുത്തു. യജ്ഞവേദിയിൽ വേദഘോഷത്തോടും രാമമന്ത്രങ്ങളോടും കൂടി വിഗ്രഹത്തിന് സ്വീകരണം നൽകി. തുടർന്ന് ശ്രീരാമ പട്ടാഭിഷേകം, യജ്ഞസമർപ്പണം എന്നിവ നടന്നു. ചിന്മയ സ്വരാഞ്ജലിയുടെ പരിപാടി, തരങ്കിണി ഭജൻസ് ഗ്രൂപ്പിന്റെ ഭജൻസ്, ഡോക്ടർ കെ വാഗീഷിന്റെ സംഗീത കച്ചേരി എന്നിവയും നടന്നു. മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായുള്ള ഭജനോത്സവം ഏപ്രിൽ 9-ന് ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നടുവട്ടം സ്വദേശിയായ തയ്യൽ തൊഴിലാളിക്ക് CSCOയുടെ കൈത്താങ്ങ്. MSS സംസ്ഥാന പ്രസിഡന്റ് നിയാസ് പുളിക്കലകത്ത് വീടിന്റെ തറയിടൽ കർമ്മം നിർവഹിച്ചു. കോഴിക്കോട് നടുവട്ടം തോണിച്ചിറ റോഡിന് സമീപം 3 സെന്റ് സ്ഥലത്താണ് തയ്യൽ തൊഴിലാളിക്ക് CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്കുള്ള വീടിന് തറയിട്ടത്. MSS സംസ്ഥാന പ്രസിഡന്റ് നിയാസ് പുളിക്കലകത്ത് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. മനുഷ്യനെ അകറ്റുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നതാണ്. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും മതത്തിൻ്റെ ഉള്ളിലുള്ള അവാന്തര വിഭാഗങ്ങളായിട്ടൊക്കെ മനുഷ്യൻ എങ്ങനെ അകലാമെന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെ നമ്മൾ ചേർത്ത് പിടിക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് വലിയ രൂപത്തിലേക്ക് പഠനം നടത്തേണ്ടത്. മാനവികതയും മനുഷ്യനെയും ചേർത്ത് പിടിക്കേണ്ട, ഒന്നിച്ചിരിക്കേണ്ട, അത് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു കാപട്യവും ഇല്ലാതെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏത് മനുഷ്യനാണെങ്കിലും അത് എൻ്റെ കൂടെ ഇരിക്കേണ്ടവനാണ്, ഞാൻ ചേർത്ത് പിടിക്കേണ്ടവനാണെന്നുള്ള ഒരു ബോധ്യമുണ്ടാകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രാർത്ഥനകളാവണം ഇത്തരം ചെറിയ സദസ്സുകളിൽ ഉണ്ടാവേണ്ടത് എന്ന് CSCO പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. CSCO ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, K നൌഷാദ് അലി, SM സാലിം, എഞ്ചിനീയർ P മുഹമ്മദ് കോയ, പാലക്കണ്ടി മൊയ്തീൻ കോയ, PM മെഹബൂബ്, A ഹാരിസ് തുടങ്ങിയവർ സന്നിഹിതരായി. 1 വർഷത്തിനുള്ളിൽ തറയിട്ടതിൽ 10 വീടുകൾ പണി പൂർത്തീകരിച്ചതായി CSCO ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ചരിത്രപ്രസിദ്ധമായ കുറ്റിച്ചിറ മിസ്കാൽ പള്ളിയിൽ മുഖ്യ ഖാസിയായി നിയമിതനായ സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലിയുടെ സ്ഥാനാരോഹണം ഏപ്രിൽ 17 വൈകിട്ട് മിസ്കാൽ പള്ളി അങ്കണത്തിൽ നടക്കും. പരിപാടിയുടെ സംഘാടനത്തിനായി മിസ്കാൽ പള്ളി ആക്ടിംഗ് പ്രസിഡന്റ് PO ഹാഷിമിന്റെ അധ്യക്ഷതയിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. പരമ്പരാഗത രീതിയിൽ സംഘടിപ്പിക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മേയർ O സദാശിവൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, സാമൂതിരി കേരളവർമ്മ രാജ എന്നിവർ വിശിഷ്ടാതിഥികളായി സംബന്ധിക്കും. ഖാസി ഫക്രുദ്ദീനിൽ നിന്നും ആരംഭിച്ച ഈ പരമ്പരയിലെ 23ാമത്തെ ഖാസിയാണ് ജമലുല്ലൈലി. 2009 ശേഷം 17 വർഷം പിന്നിട്ട ശേഷമാണ് ഇത്തരമൊരു ചടങ്ങ് പള്ളിയിൽ സംഘടിപ്പിക്കുന്നത്. സക്കീർ സഖാഫി, MV അബ്ദുള്ള കോയ, PKM കോയ, KV അവറാൻ കോയ, CBV സിദ്ദിഖ്, MV ബഷീർ, PV ഹസൻ കോയ, പുതിയകം സഹീർ, KV ഇസ്ഹാഖ്, PT ഇമ്പിച്ചിക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. മിസ്കാൽ പള്ളി സെക്രട്ടറി N ഉമ്മർ കോയ, കൺവീനർ MV റംസി ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് വോട്ടർമാർ. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ നടന്ന വോട്ടെടുപ്പിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനായി സജ്ജീകരിച്ച വെബ്കാസ്റ്റിംഗ് സംവിധാനം സന്ദർശിച്ച ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്നേഹിൽ കുമാർ സിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി വോട്ട് ചെയ്യാനെത്തുന്നവരെ ഹലുവ നൽകി സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്തവണ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വോട്ടുകൾ ലഭിക്കുമെന്നും തുടർഭരണം ലഭിക്കുമെന്നും ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോടെ 3ാം ബദൽ ഉണ്ടാകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.